ഇവിടെ എത്തിയിട്ടുണ്ട്. രാഹുലെ, ഹലോ. MLA ആയതിനു ശേഷമുള്ള ആദ്യത്തെ രഥോത്സവ ആശംസകൾ. കഴിഞ്ഞ തവണ നമ്മൾ ഇലക്ഷന്റെ തിരക്കിലായിരുന്നു കണ്ടത്. ഇലക്ഷന്റെ ടെൻഷനിലായിരുന്നു. ഇത്തവണ വളരെ കൂളായി, വളരെ റിലാക്സ്ഡ് ആയി, ഫ്രീ ആയിട്ട് തേര് വലിച്ചു, തേര് ഉത്സവം കാണുന്നു എന്നുള്ള സന്തോഷം. പാലക്കാട്ടുകാരനായതിന്റെ ഒരു മേൽവിലാസം മാറി. അതാണ് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പത്തനംതിട്ടക്കാരിൽ നിന്ന് പാലക്കാടുകാരനിലേക്കുള്ള മാറ്റം. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വിരുന്നുകാരനായിട്ട് രഥോത്സവം കാണുകയായിരുന്നെങ്കിൽ ഇത്തവണ വീട്ടുകാരനായിട്ട് രഥോത്സവത്തിന്റെ ഭാഗമാകുന്നു. ഈ പലരും പറയുന്നത് ഇതൊരു രഥോത്സവത്തിന്റെ പഴയൊരു ശൈലി മാറി ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്നു. ഒരു കേരളത്തിന്റെ മാത്രമല്ല, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ കന്നഡ സംസാരിക്കുന്ന മനുഷ്യന്മാരെ കാണാം, തമിഴ് സംസാരിക്കുന്ന മനുഷ്യന്മാരെ കാണാം. സത്യത്തിൽ ഇന്ന് പാലക്കാടുകാരുടെ എണ്ണം കുറവായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പൊ ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഇന്നലെ രാത്രി കൊണ്ടൊക്കെ പാലക്കാടുകാർ പരമാവധി കണ്ടങ്ങ് മാറി. ഇന്ന് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റ് പ്രദേശക്കാർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ വലിയ ഒഴുക്കാണ്. കൽപ്പാത്തി പാലക്കാടിന്റെ മേൽവിലാസമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിന്റെ തന്നെ ഒരു വലിയ ആഘോഷമായി മേൽവിലാസമായി മാറുന്നു. പിന്നെ ഫുൾ വൈബാണ്, കളറാണ്. ചടങ്ങ് തുടങ്ങാനായതുകൊണ്ടല്ലോ. നാട്ടിൽ വന്നതിൽ സന്തോഷം. ആനയില്ലാത്തൊരു വിഷയത്തിലാണ് ഇതിലും ആന തള്ളുണ്ട്. രണ്ട് കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ രഥവും ആന തള്ളുന്നതാണ്. ചാത്തപ്പന ഗണപതി ക്ഷേത്രത്തിന്റെയും ആന തള്ളിയാലേ നീങ്ങുള്ളൂ. ആ രണ്ട് ആശ്വാസം. ആനയില്ലാണ്ട് ഹരിയേട്ടന് പറ്റില്ല. ആനയെ റീപ്ലേസ് ചെയ്യാനുള്ള ഹരിയേട്ടനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കൽപ്പാത്തി തേരിനാണ് ഇതൊരു ഉത്സവമായിട്ട് നടന്നത് ഇവിടുത്തെ ഇലക്ഷൻ. ഇപ്പൊ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയായി. ഇപ്പൊ കേരളത്തിനകത്തുനിന്ന്, പ്രത്യേകിച്ച് രാഹുൽജിയുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. ഇപ്പൊ ഞങ്ങൾ പരിചയപ്പെട്ട 3-4 പേര്. എല്ലാവരും ഇപ്പൊ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞൊക്കെ വരികയാണ്. സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം വല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ അല്ലെ? തീർച്ചയായും. കാരണം റീൽസും കാര്യങ്ങളുമായിട്ട് ഇത് മുഴുവൻ പ്രചരിപ്പിച്ചു. അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ്. പക്ഷെ ഇപ്പൊ ഒന്നുകൂടി ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറ പറഞ്ഞ വൈബും വൈറലായി മാറി. എന്താണ് കഴിഞ്ഞ വർഷത്തിൽ ഈ ഇതേ ദിവസം ഹാർവെസ്റ്റ് കാലത്ത് എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇവിടെ എത്തി. അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം നമ്മൾ എല്ലാ വർഷവും ഈ ദിവസം ഇവിടെ ഈ പിന്നെ പഴയ കൽപ്പാത്തിൽ നിന്ന് തേരെടുക്കുന്ന സമയത്ത് ചാണ്ടിയുമൻ ഇവിടെ എത്തിയെന്ന് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. മുമ്പ് പ്രസാദം കൊടുത്ത് എന്നാണെങ്കിൽ എല്ലാവരും കൂടി കാണാനുള്ള ഒരു അവസരം, ഒരു സംഗമത്തിന്റെ അവസരം കൂടിയാണ്. അതെ, എല്ലാവർക്കും കൂടിച്ചേരാൻ. ഇത് സത്യത്തിൽ രഥങ്ങളുടെ സംഗമം എന്ന് പറയുന്ന പോലെ തന്നെ വിവിധ ഭാഗത്തു നിന്നുള്ള മനുഷ്യന്മാരുടെ സംഗമമാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ പാലക്കാട് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലേക്കും ജോലിക്ക് പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പൊ അവരുടെയും കൂടെ ദേവരഥ സംഗമം എന്ന് പറയുന്നതിന്റെ കൂട്ട് ഒരുപാട് മനുഷ്യന്മാരുടെ കൂടി സംഗമത്തിന്റെ വേദിയായിട്ട് കൽപ്പാത്തി മാറും. ലോകത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ എത്തുന്ന ആൾക്കാർ, പാലക്കാടുകാർ ഇവിടെ എത്തും. റെഡി. അതാണ് ഈ പാലക്കാടിന്റെ ഒരു വികാരമാണ്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് തൃശ്ശൂരുകാർ എവിടെയാണെങ്കിലും തൃശ്ശൂരിൽ എത്തുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ദിവസം, അത് രഥോത്സവത്തിന്റെ സമയമാകുമ്പോഴേക്കും ഇവിടേക്ക് എത്തുക എന്നുള്ളത് ഈ കൽപ്പാത്തിക്കാരുടെ ഒരു ശൈലിയാണ്, രീതിയാണ്. പലരും കാണാം. എവിടെ കൽപ്പാത്തിക്കാരാണ് നിങ്ങളൊക്കെ? അതെ. ഒരു യൂണിഫോം ആണല്ലോ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു ഓർമ്മകളെ കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ച്? നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാ വർഷവും ഒരേപോലെ തന്നെയാണ് എക്സ്പീരിയൻസ്. ഓരോ കൊല്ലം കൂടുമ്പോഴും എന്താണ് അയർലൻഡിന്നാണോ? ഞാനല്ല, ഞാൻ ലോക്കലാണ്, അവൻ അയർലൻഡ്. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒരു ഓർമ്മയിലുള്ള കൽപ്പാത്തി രഥോത്സവം? കൽപ്പാത്തി രഥോത്സവം എന്നും ഓർമ്മയാണ്. ഇന്ന് രഥപ്രയാണം കഴിഞ്ഞാൽ നാളെ മുതൽ അടുത്ത വർഷത്തിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഈ ഒരു വർഷത്തിലുള്ള ആഘോഷമാണ് ഈ 10 ദിവസം ഞങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. എനിക്ക് മുമ്പ് ഇത്ര തിരക്കൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോ തിരക്കുണ്ടാവാറുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കൂടുതലാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും അതിലൊക്കെ കൽപ്പാത്തിയെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധരാക്കിയതുകൊണ്ട് ഇപ്പോ തിരക്കിന്റെ അളവ് കൂടിക്കൊണ്ടുവരും. കൽപ്പാത്തിയുടെ മാത്രമായിരുന്ന ആഘോഷം ഇപ്പൊ നാടിന്റെ മുഴുവനായി മാറിയില്ലേ? കൽപ്പാത്തിയുടെ മാത്രമായ ആഘോഷമല്ല എന്നും. കൽപ്പാത്തി രഥോത്സവം ദേശീയോത്സവം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോ ഈ അതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട്
കൽപ്പാത്തി രഥോത്സവം കുറച്ചുകൂടി പ്രാബല്യത്തിൽ വരും. അന്തർദേശീയമാവുന്നു അല്ലേ? അന്തർദേശീയം. വേൾഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുമല്ലോ ലീവ് എടുത്ത് ആഫ്രിക്ക, അമേരിക്ക. അപ്പൊ ഞാൻ 8 കൊല്ലമായിട്ട് ഗൾഫിലായിരുന്നു. 8 വർഷമായി തേര് ഞാനില്ല. എന്റെ അടുത്തന്നെ വീട്. 8 വർഷമായി ഞാൻ തേര് അഗ്രഹാരത്തിലുള്ള എവിടെയാണെങ്കിലും ഈ ദിവസത്തിൽ വരാൻ തോന്നുന്നു, പക്ഷെ വരാൻ പറ്റില്ല. ലീവ് കണ്ടില്ലേ വരാൻ പറ്റുള്ളൂ. ഞാൻ 8 വർഷമായി തേര് കണ്ടിട്ട് ഇപ്രാവശ്യം അടിച്ചു പൊളിക്കാം, സൂപ്പറായി അടിച്ചു പൊളിക്കാണ്ടാണ്. ഇന്ന് വൈകുന്നേരം വരെ രഥാരോഹണം അവരോഹണം എല്ലാം കഴിയുന്നു. എല്ലാം കഴിഞ്ഞ് കൊലസിക്കേ വീട്ടിൽ പോകുള്ളൂ. ഇവിടെ തന്നെ വീട് കൊലസിക്കേ വീട്ടിൽ പോകുള്ളൂ. 4 മണിക്കേ വീട്ടിൽ പോകുള്ളൂ. അതാണ് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ആഘോഷങ്ങളാണ് പങ്കുവെക്കാനുള്ളത്, ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. പലരും ചേട്ടാ ഇവിടുത്തുകാരനാണോ? അല്ല, കണ്ണൂരാ. കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് ഈ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടതിന്റെ ഒരു അനുഭവം ഉണ്ടാവുള്ളൂ അല്ലേ? അതെ. എത്ര പേരുണ്ട്? ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക് വന്നതാ. ഒറ്റയ്ക്കാണ്. അതെ. അപ്പൊ എന്താണ് പ്രൊഫഷൻ? എന്താണ് ഇത്? ഞാൻ IT പ്രൊഫഷനാണ്. അതെ. അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു പുറത്തിറങ്ങി അതുകൊണ്ട് ബ്രേക്ക് സൗകര്യമായി. അതെ. ഇന്ന് വൈകുന്നേരം വരെ വൈകുന്നേരം വരെയുണ്ട്. സാർ ഇവിടെ തന്നെയാണോ? വൈഫ് ഹൗസ്. എങ്ങനെയാണ് സാറിന്റെ ഒരു അനുഭവത്തിലുള്ള ഈ രഥോത്സവത്തിന്റെ ഇതൊക്കെ ഓർമ്മയിലുള്ളത്? നല്ല അനുഭവം. ഒരുപാട് മാറ്റം വന്നതായി തോന്നുന്നുണ്ടോ? പണ്ടത്തെ ഭയങ്കര മാറ്റമുണ്ട്. ആളുകളൊക്കെ കുറെ കൂടി എത്താൻ തുടങ്ങിയില്ലേ? പിന്നെ ഭയങ്കര ഇന്റർനാഷണലായി. അതെ. എവിടുന്നാണ്? കോഴിക്കോട് കോഴിക്കോട് നിന്ന് രഥോത്സവം കാണാൻ വേണ്ടി എല്ലാ കൊല്ലം വരാറുണ്ട്. എല്ലാ കൊല്ലം വരാറുണ്ട്. ഫാമിലി ആയിട്ടാണ്? ഫാമിലിയായിട്ട്. എന്താണ് ഇവിടേക്ക് എല്ലാ വർഷവും വരാനുള്ള ഒരു ആകർഷണമായിട്ട് തോന്നുന്നത്? നമ്മളൊരു ട്രഡീഷണൽ ഇതല്ലേ, നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇതാണുള്ളത്. അപ്പൊ ഇതുപോലത്തെ ഉത്സവങ്ങൾ ഉണ്ടാവണം. പാലക്കാട് എന്ന് പറഞ്ഞ ഉത്സവത്തിന്റെ നാടാണ്. അപ്പൊ കൽപ്പാത്തി പോലത്തെ ഉത്സവങ്ങൾ വരണം. പിന്നെ ഈ രഥം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അപൂർവങ്ങളാണ്, എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല. അപ്പൊ വളരെ ഒരു വിശേഷപ്പെട്ട 4 രഥങ്ങളും സംഗമിക്കുന്ന 4 ദിവസമാണ് ഇന്ന്. നമ്മളെ മലബാറിലൊക്കെ എഴുന്നള്ളത്തെന്നൊക്കെ പറഞ്ഞു വരാണ് ഇവിടെ രഥോത്സവത്തിന്റെ രഥോത്സവം. ഇവിടെ ആന ഉണ്ടാവില്ല, രഥമാണ് ഇവിടെ. അപ്പൊ 4 രഥങ്ങളും ഇന്ന് വൈകുന്നേരം സംഗമിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും കാണാൻ നല്ല ഇതാണ്. നാളെ രാവിലെ വരേക്കുള്ള ആഘോഷങ്ങൾ മുഴുവൻ പങ്കെടുത്തു. ഇന്ന് വൈകുന്നേരം ഇത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമം ചുറ്റുന്ന വേറൊരു പരിപാടി ഉണ്ട്. രാത്രി 12 മണിക്ക് വേറെ ഇതുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടേ പോകും. നാളെ രാവിലെ പോകും. എന്തായാലും നല്ലൊരു ഈ പൂരത്തിന്റെ പോലെ തന്നെ രഥോത്സവത്തിന്റെ ഒരു ആവേശമാണ്. പൂരം ഇതും എൻ്റെ ഡിഫറെന്റ് ആണ്. അല്ല, പൂരത്തിന്റെ പോലെ തന്നെ ആവേശം നടക്കുന്നു. പൂരത്തിനേക്കാൾ ആവേശമാണ് ഇവിടെ. ഞാൻ കോഴിക്കോട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് അത് കേട്ടറിഞ്ഞ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ സുഹൃത്ത് ഇവിടെ ഉണ്ട്, അവരുടെ വീട്ടിലേക്കാണ് ഇവിടെ വന്നപ്പോൾ കാണുമ്പോൾ തോന്നുന്നത്. നല്ല ഉത്സവമല്ലേ? ഉത്സവമാണ്. നമ്മുടെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ദിവസം. നമ്മുടെ നാട് കുടായിരുണ്ട്, അപ്പൊ അവിടേക്ക് വന്നു, അപ്പൊ ഇവിടേക്കും വന്നു. കൊടുങ്ങല്ലൂര് ഉത്സവം കാണാൻ വേണ്ടി 26 പേരുണ്ട് ഞങ്ങള്. ട്രാവലറിന് പോകുന്നു. എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. തൊഴാൻ പറ്റി. രഥാരോഹണം അവരോഹണം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പോകുള്ളൂ? ഇല്ല, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകും. തിരക്കിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ, കണ്ടു, ഭഗവാനെ കണ്ടു, സന്തോഷം, രഥം കണ്ടു. അവിടുത്തെ ഉത്സവങ്ങളും ഇതോട് വലിയ വ്യത്യാസം. ഞങ്ങൾ കൊടുങ്ങല്ലൂർ താലപ്പൊലി, ഞങ്ങളുടെ നാട്ടിലല്ലേ ഭരണി താലപ്പൊലി, ആഘോഷങ്ങൾ വളരെ വ്യത്യാസമുണ്ട്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അയ്യോ, ഒന്നും ഇനി പറയാൻ വാക്കുകളില്ല. ഇവിടെ എത്തിയത് തന്നെ ഒരു മഹാഭാഗ്യാണ്. മുമ്പേ പ്ലാൻ ചെയ്തിരുന്നോ ഇന്ന ദിവസം? രഥോത്സവം അറിഞ്ഞിട്ടല്ല ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞങ്ങള് എല്ലാം ബുക്ക് ചെയ്ത ശേഷം നോക്കിയപ്പോഴാണ് രഥോത്സവം അറിഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തായാലും മാറ്റിയില്ല. ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു പുണ്യഭൂമിയിൽ എത്താൻ സാധിച്ചതിന്റെ സന്തോഷം സഹിക്കാൻ വയ്യ. ഭഗവാനോട് അത്രയും കടപ്പെട്ടിരിക്കും. എന്താണെങ്കിലും വന്നതിന്റെ സന്തോഷം എല്ലാവരും ആ ഒരു ആവേശമാണ്. പലരും വളരെ ദൂരെന്നാണ്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. എല്ലാ വർഷമൊക്കെ വരുന്നതാണോ ഇവിടെ? രാവിലെ എവിടുന്ന് പോകുന്നു? ഇല്ല, ഞങ്ങളൊരു 8 മണി അല്ല 6:30 രണ്ടുപേരും കൂടിയാണോ? 3 ആളുണ്ട്, അങ്ങേരും കൂടി. അവര് കസിൻ ഉണ്ട്. എല്ലാ വർഷവും വരുന്നതാണോ? ഇല്ല, പുള്ളി വരാറുണ്ട്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം. ഇതിവിടെ വന്നതൊരു ഹരാണല്ലോ. ഈ തൃശ്ശൂരിന്റെ പൂരത്തിന്റെ നാടാണ് തൃശ്ശൂര്. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോ ആഘോഷമൊക്കെ വേറൊരു തലത്തിലാണ്. ഇതൊരു പ്രത്യേക അനുഭവമാണല്ലോ. വളരെ സന്തോഷമുള്ള ഒരു സമയങ്ങൾ ഇതൊക്കെ. അങ്ങനെ പങ്കെടുത്ത് പോകാൻ. അപ്പൊ കൂട്ടുകാരെ പറഞ്ഞു കൊണ്ടുവരണോ? കാരണത്താണ് ഞങ്ങൾ 3 ആളും മൂന്ന് പേരാണ്. വെയില് കൊണ്ടു പറയും. എന്താ മോന്റെ പേര്? നവദർശനം പറയൂ. പേര് കണ്ടോ? പേര് കണ്ടു പറയും. അമ്മ കാണിച്ചു തന്നില്ലേ? കാണിച്ചു തന്നു പറ. തൊട്ടോ? പേര് തൊട്ട് നോക്കിയാ? തൊട്ടു പറയും. മോന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ മോനോ.
അപ്പൊ പിറന്നാൾ ദിവസം തന്നെ രഥോത്സവം അതെ വന്നിട്ട് ആളുടെ 2 വയസ്സാണ് രഥോത്സവം ദിവസമാണ് ജനിച്ചത്. അപ്പൊ നല്ല ദിവസമാണല്ലോ. അപ്പൊ മോന്റെ ആ പിറന്നാളാണ് ഇവിടെ ആഘോഷിക്കുന്നത് കേട്ടോ.